എന്താ നിങ്ങൾ പറയണത്? 50 പവൻ സ്വർണ്ണം ഇല്ലെങ്കിലേ പെണ്ണേ വേണ്ട. 50 പവൻ സ്വർണം കിട്ടുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പെൺകുട്ടികളെ കിട്ടാണ്ടൊന്നുമല്ല, നിങ്ങൾ നേരെ നോക്കാണ്ടാണ്. എത്ര വർഷമായി നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം, എന്നിട്ടും കിട്ടിയിട്ടില്ലേ? ഞാൻ നോക്കി. നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിലേ അത് വേഗം ഒന്ന് പറയും. വെറുതെ എന്റെ മകന്റെ സമയം കളയണ്ട. ഞങ്ങൾ വേറെ ആളെ വെച്ചിട്ട് നോക്കിക്കോളാം. വെറുതെ ഒന്നുമല്ലല്ലോ, കമ്മീഷൻ തന്നിട്ട് തന്നെയല്ലേ. ബി നിങ്ങൾ മിണ്ടാണ്ടിരിക്കി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും ഒരു മാറ്റവും ഇല്ല, മനസ്സിലാവണ്ട. വേണമെങ്കിൽ ഒരു അരപ്പാവും കമ്മി ആക്കിക്കോ. ഇതിൽ കൂടുതൽ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. 50 പവൻ കിട്ടാണ്ട് എന്റെ ബാങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കണില്ല, മനസ്സിലാവണ്ട. 50 പവൻ ഉണ്ടെങ്കിൽ മാത്രം പെണ്ണ് നോക്കി കൊണ്ടുവന്നാൽ മതി ഇങ്ങോട്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ ആളിനെ നോക്കും. ഒരാഴ്ച ക്ഷമിക്കും നിങ്ങളുടെ അടുത്ത്, മനസ്സിലാവണ്ട. ഞാൻ വെക്കണോ? എന്തൊരു അന്യായമാണ് നീ പറയണത്. പെൺകുട്ടി നല്ലതായ പോലെ നമുക്ക് ഇത്രയും സ്വർണം വേണമെന്ന് നീ വാശി പിടിക്കുന്നത് എന്തിനാണ്? അവനിക്കാണെങ്കിലോ വയസ്സ് കൂടിക്കൊണ്ട് പോണു. എനിക്കും വയസ്സായി. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവന്റെ കല്യാണം കണ്ടിട്ട് മരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അവന്റെ കല്യാണം ഒന്നും അടുത്ത കാലത്ത് കഴിയും തോന്നുന്നില്ല. വരുന്ന ആലോചനക്കാരുടെ അടുത്തൊക്കെ നീ ഇങ്ങനെ 50 പവൻ പറഞ്ഞാലേ ആരെ പെണ്ണ് തരിക അവനിക്ക്? എന്താണ് നിങ്ങൾ പറയണത്? എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴേ ഞാൻ എന്റെ വെറും കൈയോടെയാണ് വന്നത്. അന്നത്തെ കാലത്ത് ഞാൻ 50 പവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പൊ എന്റെ മനിക്ക് മാത്രം ഞാൻ പെണ്ണ് കൊണ്ടുവരുമ്പോൾ വെറും കൈയോടെ കൂട്ടിയിട്ട് വരണ? എനിക്കും വേണം 50 പവൻ. ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. നമ്മുടെ നബീസിയില്ലേ, അവളുടെ രണ്ടാമത്തെ മകളുണ്ടല്ലോ, ആ കുട്ടി എന്തോ കോളേജിൽ എന്തോ പഠിക്കുകയാണ്. നമുക്ക് നമ്മുടെ മകനിക്ക് അവളിനെ ആലോചിച്ചൂടെ? എന്താ നിങ്ങൾ പറയണത്? നമുക്ക് പറ്റിയ ബന്ധമാണത്. അവന്റെ വീട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളന്റെ അത്രയും കൂടി ഉണ്ടാവില്ല. എന്നിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഞാൻ എന്റെ മകനിക്ക് പെണ്ണെടുക്കാനാ? ഒരു നല്ലത് കേട്ടത് വന്നു കഴിഞ്ഞാലേ ആ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരു നേരം അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്റെ മകനിക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഇങ്ങനത്തെ ഒരു കുടുംബത്തിന് പെണ്ണെടുക്കാനാ? നിങ്ങൾ അവിടെ മിണ്ടാണ്ടിരിക്കുകയും ഞാൻ നോക്കിക്കോളാം എന്റെ മകനിക്ക് പെണ്ണ്. എന്താ അവിടെ പ്രശ്നം? ഇതാ മൂത്തും വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയണു. എനിക്ക് കേട്ടിട്ട് ആകെ മനസ്സമാധാനം കടായി. ആ റൂബിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഉമ്മ, അത് ഇക്കാന്റെ പെങ്ങളെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് ഉമ്മ വിചാരിക്കുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കേട്ടാൽ മതി. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. റൂബിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. വലിയ കുടുംബക്കാരാണ്. എന്നാലും ഇത്രയും വലിയ ആൾക്കാർ നമ്മളെ റൂബിനെ തന്നെ മതി എന്ന് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 25 പവൻ കൊടുക്കണ്ടേ? അതാലോചിക്കുമ്പോഴാണ്. എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞ്? അവര് 25 പവൻ കുട്ടിക്ക് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. 25 പവൻ നമ്മൾ അവിടെ നിന്ന് കൊടുക്കാനാണ്. അവളെന്തായാലും പഠിക്കുകയല്ലേ, അവൾ പഠിക്കട്ടെ. മെല്ലെ നോക്കാം അവൾക്ക് ചെക്കനെ. പിന്നെ അവൾ നിങ്ങോട്ട് പറഞ്ഞു വിടും. വെറുതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ അവിടെ ജീവിക്കാൻ പോയതാണ്. നിന്റെ ജീവിതത്തിലും അവളുടെ ജീവിതത്തിലും ഒക്കെ ഓരോ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ നമ്മളെന്താ? എനിക്കറിയാമല്ലോ, നമുക്ക് ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവൾ നിങ്ങോട്ട് പറഞ്ഞു വിട്. അവൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കട്ടെ. നീ അവിടുത്തെ ഉമ്മാക്ക് കയ്യെ കഴിക്കാനായില്ലേ, ഇനി മതി. ഇതാ മൂത്തുമ്മ ഇവിടെ ഉണ്ട്. മൂത്തുമ്മ 2 ദിവസം കഴിഞ്ഞാൽ പോകുന്ന പറയണത്. നീ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്. ശരി ഉമ്മ. അവളത് അവിടെ ഉണ്ട്, കൊടുക്കണ? ശരി, ഞാൻ പറയാം അവളുടെ അടുത്ത്. എന്തിനാ നിന്റെ ഉമ്മ വിളിച്ചത്? ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റൂബിനെ അങ്ങോട്ട് വിട്ടാക്കണാ? വേണ്ടമ്മ, ഉമ്മാന്റെ കൈത്തേക്ക് മാറിയിട്ട് പറഞ്ഞു വിട്ടാൽ മതി അവളെ. മാത്രമല്ല അവളും പറയുന്നുണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്. പിന്നെ എന്താണ്, അവൾ ഇവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ അറിഞ്ഞിരിക്കണു. ഇക്കാന്റെയും റൂബിന്റെയും കാര്യേ ആര് പറഞ്ഞു കൊടുത്തു എന്നറിയില്ല. ഉമ്മ അതും കൂടി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. പിന്നെ കല്യാണാലോചന വന്നിരിക്കണു ഇത്ര അവൾക്ക്. 25 പവനത്ര അവർ ചോദിക്കുന്നത്. ഈ അവിടെ നിന്ന് കൊടുക്കാനാണ് 25 പവൻ. അപ്പൊ തന്നെ ഉമ്മ പറഞ്ഞത്ര അവരുടെ അടുത്ത് വേണ്ടാന്ന്. ഇത്രേ പറഞ്ഞുള്ളൂ. അവൾ എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ, ഉമ്മാന്റെ കൈത്തേക്ക് മാറിയിട്ട് പറഞ്ഞു വിടാം. എന്താ എത്ര നേരം? ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യന്റെ വീട്ടുകാർ അറിഞ്ഞിരിക്കുന്നു. അവളുടെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂബിക്ക് ഒരു ആലോചനയും വന്നിട്ടുണ്ട്. അത്ര 25 പവനത്ര അവർ ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കി, സംസാരിക്കട്ടെ. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളുടെ ഉമ്മ അറിഞ്ഞിരിക്കുന്നു. നമ്മൾ വിചാരിച്ചത് എന്താണ്, ആരും അറിയില്ല, ഒന്നും അറിയില്ല എന്നല്ലേ? അങ്ങനെയൊന്നും അല്ലടാ, എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യുക? എന്തായാലും കല്യാണാലോചന വന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നീയും ഇതിനൊരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവളെ ഈ വീട്ടിൽ നിർത്തിയാലേ അത് ശരിയാവില്ല. ആരാണോ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? സൈനബയാണെങ്കിൽ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാർ അറിയണത് എന്നാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തത്.
ഡാ 25 പവൻ കൊടുത്തിട്ടേ നമുക്ക് അവളുടെ കല്യാണം കഴിച്ചു കൊടുക്കാം. നീയല്ലേ ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, വേറെ ആരാ അവർക്കുള്ളത്? അതുകൊണ്ട് എൻ്റെ മാനം ഒരു കാര്യം ചെയ്യും, അവളുടെ ഉമ്മാനെ പോയി കണ്ടിട്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. നമുക്ക് 25 പവൻ കൊടുക്കാം, അവൾ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അവളുടെ വീട്ടിൽ പോയിട്ടേ ഉമ്മാനെ കണ്ടിട്ട് സംസാരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഈ കല്യാണം നടത്താം. ഉമ്മ വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്ത്? അല്ല, ഉമ്മ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞു ഉമ്മ. ആ, അത് മൂത്തുമ്മ അമ്മാൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണു. അത് തന്നെ സംസാരിച്ചത്. പിന്നെ റൂബിക്കൊരു കല്യാണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഉമ്മാനെ വിളിച്ച് പറ, റൂബിക്ക് ഇപ്പൊ കല്യാണ ആലോചന വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ, നമുക്ക് 25 പവൻ കൊടുക്കാം, അവളുടെ കല്യാണം കഴിഞ്ഞോട്ടെ. എവിടെ നിങ്ങളുടെ മരുമകള്? ഒന്ന് വിളിക്ക്, രണ്ട് പറയട്ടെ ഞാൻ. ആ ഹംസയാ, വാ ഇരിക്കി. എത്ര വർഷമായി ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിക്ക് പെണ്ണ് നോക്കണത്, അതൊന്നും പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ 35 പവൻ തരുന്ന ഒരു കൂട്ടനെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ. അപ്പൊ നിങ്ങളുടെ മരുമകള് ഭയങ്കര വാശിയായിരുന്നല്ലോ. 50 പവൻ ഇല്ലാണ്ട് കെട്ടില്ല, ആന ചേനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 25 പവനിക്ക് കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. നീ അവിടെ കുത്തിരിക്കി, ഞാനൊന്ന് പറയട്ടെ. ഓ, എന്തിരിക്കുന്നത്? നീ ഇനി ഓരോന്ന് പറഞ്ഞിട്ടേ ആ പെണ്ണ് കേട്ടിട്ടേ ഈ കല്യാണം മുടക്കണ്ട. ഈ കല്യാണം എങ്ങനെയൊന്നും നടക്കട്ടെ. എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, പാവം പിടിച്ച കുട്ടിയാണ്. എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. നീ മിണ്ടാണ്ടിരിക്കും. നീ ആയിട്ട് ഈ കല്യാണം മുടക്കണ്ട. നിനക്ക് കമ്മീഷനല്ലേ വേണ്ടുള്ളൂ, അത് ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. ആദ്യം ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. എനിക്ക് എന്തായാലും കമ്മീഷൻ തന്നാൽ മതി. നിങ്ങളപ്പോ വന്ന്? ഞാൻ ഇതപ്പോ വന്നേ ഉള്ളൂ. കുടിക്കാൻ എടുക്കണ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ. ഇനിയിപ്പോ ഞാൻ കുടിക്കാൻ വന്നിട്ട് നിങ്ങളുടെ ഷുഗർ കൂടണ്ട. നിങ്ങൾ പെണ്ണ് നോക്കിയിട്ടേ എന്റെ മാനിക്ക് ഒരു പെണ്ണ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവനിക്ക് മൂക്കിൽ പല്ല് വരും. അതുകൊണ്ട് ഇത് അവന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അകന്ന കുടുംബത്തിൽപ്പെട്ടതാണ്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിനെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ മാനിക്ക്. നിങ്ങളിങ്ങനെ 50 പവൻ തന്നെ കിട്ടണം എന്നിട്ട് വാശി പിടിച്ചത് കൊണ്ടല്ലേ. അല്ലെങ്കിലൊക്കെ നിങ്ങളുടെ മകന്റെ കല്യാണം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച കൂടി കൊണ്ടുവന്നില്ലേ ഞാൻ 35 പവൻ തന്നെ ഒരു കൂട്ടുകാരനെ. അത് 35 പവനല്ലേ? എന്നിട്ടിപ്പോ കല്യാണം കഴിക്കാൻ പോണത് 25 പവൻ വാങ്ങിയിട്ടല്ലേ? 25 പവനാ? 50 പവൻ തന്നെ ഒരു തരി കുറയ്ക്കില്ല ഞാന്. 25 പവൻ തന്നെയാണ് പെണ്ണിന്റെ വീട്ടുകാരിടുന്നത്. ബാക്കി 25 പവനെ ആ പെണ്ണിന്റെ ഏട്ടത്തിന് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. ആ കെട്ടിയവനുണ്ടല്ലോ, ആ കെട്ടിയവന്റെ പെങ്ങളുടെ ഭർത്താവ്, അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തിനുള്ളിൽ. ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞാൻ ഈ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത്. എന്തായാലും 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 25 പവൻ കിട്ടുമല്ലോ. അല്ലാണ്ട് നീ പെണ്ണ് കൊണ്ടുവന്നിട്ട് എന്റെ മകനിക്ക് ഒറ്റയടിക്ക് 50 പവൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നാലേ എന്റെ മകനിക്ക് പിന്നെ പെണ്ണും കിട്ടൂല. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞാലെങ്കിലും 25 കിട്ടുമല്ലോ. ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് ഇപ്പൊ കല്യാണം തന്നെ നടക്കാൻ പോണത്. പിന്നെ വേറൊരു കാര്യം, ഇത് ആരടുത്തും പറയണ്ടെന്നേ ആ ചക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കാണ് ഇപ്പൊ ഈ കാര്യം അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇത് ആരടുത്തും പറയാണ്ടിരുന്നാൽ മതി, മനസ്സിലാകണ്ട? എല്ലാം ഇതെന്താ അവര് തരാന്ന് പറയുന്നത് 25 പവൻ, പിന്നെ 25 പവൻ പെണ്ണിന്റെ വീട്ടുകാർ തരാന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെൺകുട്ടിക്ക്? നിങ്ങൾ നേരെ അന്വേഷിച്ചാ? അന്വേഷിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? ഉമ്മാന്റെ കുടുംബത്തിൽപ്പെട്ട തന്നെയല്ലേ, ഉമ്മാക്ക് അറിയാണ്ടിരിക്കുവോ? എന്തോ നല്ലതായ കൊള്ളാം. ശരി, ഞാൻ പോട്ടെ. അപ്പൊ ഉമ്മ പറഞ്ഞത് മറക്കണ്ട. അവളുടെ ശല്യേ ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ. എന്തായാലും കല്യാണമായല്ലോ, ഇനി ഒരാഴ്ച ക്ഷമിച്ചാൽ മതിയല്ലോ. അതോടെ പോകും നാശം. എന്നാലും നിങ്ങളിത് എങ്ങനെ ഒപ്പിച്ചെന്ന്, അതും ആ കുടുംബത്തില്? അതൊക്കെ ഞാൻ ഒപ്പിച്ചില്ലേ. ഇതോടെ അവളുടെ നകളിപ്പോ ഒക്കെ തീരും. നീ കാണാൻ പോണേ ഉള്ളൂ. നിനക്കിട്ട് അന്ന് അവള് പണി തന്നപ്പോ തന്നെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചതാണ് അവൾക്കിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. ആ കുടുംബത്തേക്കാണ് അവള് കല്യാണം കഴിച്ചു പോണത്. അവളിത് അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഓ, എന്താലേ, നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ഒരു പെണ്ണിനും ഒരു ജീവിതം കിട്ടി, അവളുടെ അനിയത്തിക്കും വേറെ ഒരു ജീവിതം കിട്ടി, അതും 25 പവൻ കൊടുത്തിട്ട്. എന്താ ഒരു യോഗമാണ് അത്! എന്റെ ആങ്ങളക്കാരൻ തന്നെയല്ലേ കൊടുക്കണത്. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട പൈസയല്ലേ ഭാവിയില്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ വയറെരിയണത്. ആദ്യം ഒരു 50 പവൻ വേണമെന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞ് 25 പവനിലേക്ക് ആക്കിയതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടേ ആ 25 പവൻ നമ്മ കൊടുക്കണം. എല്ലാന്ന് 1 വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട 25 പവൻ? നിനക്കെന്ത് പ്രാന്തണ്ടാ? ഡീ, അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. നിന്റെ ആങ്ങളെ സ്വർണ്ണമൊക്കെ എടുക്കുമല്ലോ, എടുത്തിട്ട് വന്നിട്ട് പറ, നമുക്ക് ആ 25 പവനിക്ക് പകരം മുക്ക് വേണ്ട 25 പവൻ മാറ്റി വെക്കാം. മുക്ക് വേണ്ടോ? കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. കല്യാണ ദിവസം എന്താ ഉരച്ചു നോക്കാൻ പോകുകയാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അറിയണമെങ്കിൽ തന്നെ നമുക്കെന്താണ്ടി? അവൾക്കല്ലേ ദോഷം. ആ തളൻ്റെ അടുത്ത് പിന്നെ അവൾക്ക് ഇരിക്കാനാവുമോ? നീ അന്ന് ആലോചിച്ച് നോക്ക്. ശരി. ആ മുക്ക് കൊണ്ടിട്ടാ മതി അവള് കല്യാണത്തിന്, മനസ്സിലാകണ്ട. അപ്പൊ ആ 30 ലക്ഷം നമുക്ക് എങ്ങനെ? നീ ഇപ്പൊ അവിടെ തഞ്ചം പോലെ നിൽക്ക്, മനസ്സിലാകണ്ട. കല്യാണത്തിന് എന്തായാലും ഞാനും കൂടി അങ്ങോട്ട് വരുമല്ലോ.
ബാക്കി കാര്യങ്ങൾ നമുക്ക് രണ്ടുപേരും കൂടി ചെയ്യാം, മനസ്സിലാണ്ട? അപ്പൊ നിനക്കവിടെ ഞാനൊരു സഹായമാകുമല്ലോ. അതുവരെ ഒന്നും ഉണ്ടാണ്ട് നിൽക്ക്, മനസ്സിലാണ്ട? ആ ശരി.